അധ്യാത്മ രാമായണം ആരണ്യകാന്ഡം അഗസ്ത്യ സ്തുതി. രാമദേവ ദർശനം അഗസ്ത്യരിൽ അളവറ്റ ആനന്ദമായി. അദ്ദേഹം ഇഷ്ടദേവനെ സ്തുതിച്ചു തുടങ്ങി. രാവണ വധത്തിനു പാലാഴിയിൽ വെച്ച് ബ്രഹ്മാവിന് ഉറപ്പു നൽകിയ നാൾ മുതൽ അങ്ങയെ കാണാൻ ഞാൻ ഇവിടെ വസിക്കുകയാണ്. ചരാചരങ്ങളിൽ ജീവൻ്റെ നിലനിൽപ്പിന് വിഷ്ണുമായയും ആയതിനെ സ്വാധീനിക്കുന്ന ദേവീമായയെയും അദ്ദേഹം വിവരിച്ചു. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിൽ അടിസ്ഥാനമായ വിഷ്ണു മാഹാത്മ്യവും ഭഗവൽ കടാക്ഷങ്ങളായ വിദ്യയും അവിദ്യയുടെയും ജീവനിൽ അതിൻ്റേതായ സ്വാധീനവും അമൃതതുല്യമായ ഈശ്വര ഭക്തി ലഭിക്കാത്തവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കാത്തതായും മോക്ഷപ്രാപ്തിക്ക് സജ്ജന സംഗമം വേണമെന്ന മഹാത്മാക്കളുടെ വചനങ്ങളും മോക്ഷപ്രാപ്തിക്ക് ജീവിതചര്യ എങ്ങനെയായിരിക്കണമെന്നും ഇന്ന് എൻ്റെ തപസ്സിന് സാഫല്യമുണ്ടായി. ജഗദീശ്വരനായ രാമദേവൻ ഹൃദയത്തിലൊഴിയാതെ ഉണ്ടാകണമെന്ന് അന്തരാത്മാവിൽ ദേവനെ കണ്ടുകൊണ്ട് അഗസ്ത്യർ സ്തുതിച്ചു. ശേഷം ദേവേന്ദ്രൻ ഏൽപ്പിച്ച ബാണചാപ തൂണീരങ്ങൾ ദേവൻ നൽകി. രാക്ഷസവംശം ഒടുക്കാനും രാവണ വധത്തിനുള്ള പുറപ്പാടിൽ കുറച്ചുകാലം പാർക്കുവാൻ ഗൗതമീ നദീ തീരത്തുള്ള പഞ്ചവടി മുനി നിർദ്ദേശിച്ചു. രാമൻ മുനിയെ നമസ്കരിച്ചു. മൂവരും പഞ്ചവടിക്കു യാത്രയായി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ. സാരസാനന സകലേശ്വരാ ദയാനിധേ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേനാനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായ അനന്തനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ. തന്നെ മായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം. ദിവ്യമാം അവ്യാകൃതമെന്ന് ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നു ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസൃതി എന്നു ചൊല്ലും. വിദ്വാൻമാർ വിദ്യയെന്നു പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ. നിന്നുടെ നിയോഗത്താൽ മഹതത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം
വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമി പൂർവകസ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സ്വാത്തികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം അവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ തിര്യഗ്യോനി ജാതികൾ ബഹുസ്ഥാവരജംഗമൗഖപൂർണമായുണ്ടായി വന്നു. തൊന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവർത്തൻ നിത്യൻ അനേകൻ അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ വിദ്യയെന്നല്ലോ ചൊല്ലു നിവർത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശഗതന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തൊന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവരേകാന്ത മുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വദ്ഭക്തി സുദാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയും ഇല്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തി ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതി.
സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ, ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണ്ണന്മാരായി സദാ ഉൽഭക്തന്മാരായി നിവൃത്താകില കാമന്മാരായി ഇഷ്ട അനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മകൽപരന്മാരായി ശിഷ്ടാചാരൈകപാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായേകാന്തേ ശമദമസാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസീ ഭവൽ കഥാശ്രവണേരതിയുണ്ടാം. തൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വദ്ഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവാ സദാ ഭവിക്കേണമേ ദയാനിധേ. ത്വൽപാദാബ്ജങ്ങളിലും ത്വദ്ഭക്തന്മാരിലും ഒന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മം, ഇന്നുമ്മൽ ക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനു സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നിതു മന്നേത്രവും. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേവദ്രൂപം തോന്നണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംബാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമാക്കിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനു മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമി തീരെ നല്ലോരാശ്രമം ചമച്ച് അതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടനനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതൽ സ്തോത്രം സാരമഗസ്ത്യ സുഭാഷിതം
തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടുന്നേരം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.